വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബട്ടൂരയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പിന്നെ കടലയുടെ കൂടിയും പനീറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു വിഭവമാണ്. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടുത്താം. 1/2 കപ്പ് റവ, ഒരു 1/2 ടീസ്പൂൺ വേണ്ട, അതിന് കുറച്ച് മതി. ഉപ്പ്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, കട്ടത്തൈര്. ഇത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റിൽ 1.5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഈ റവ ഒന്ന് കുതിർന്ന് വരും. 2 കപ്പ് മൈദ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ആട്ട കുഴയ്ക്കുന്ന പോലെയല്ല, ഇത് ഇച്ചിരി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പം അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ തൈരും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്നതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. എല്ലായിടവും മിക്സ് ആവണം. കുറച്ച് വെള്ളം ഒഴിക്കുക. തൈരിന് നല്ലൊരു നനവുള്ളത് കാരണം നമുക്ക് വെള്ളത്തിൻ്റെ കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ നന്നായി കുഴച്ചെടുക്കുക. ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശകലം കൂടെ വെള്ളം ആവശ്യം വരും. ഇപ്പോൾ ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ സ്മാഷ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം എപ്പോഴും മൈദയുടെ ഒക്കെ അതിനനുസരിച്ച് ചിലപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നാലും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യുക. എണ്ണയോ വെള്ളമോ എന്തെങ്കിലും കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ നന്നായി അമർത്തി കൊടുത്ത് സ്മാഷ് ചെയ്യുക. മൈദ ആയതുകൊണ്ട് നമുക്ക് ഈസിയാണ് സ്മാഷ് ചെയ്യാൻ. അത് ആട്ടയെ പോലെയല്ല, സ്മാഷ് ചെയ്യാൻ ഈസിയാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് വേഗം അത് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ താഴോട്ട് നന്നായിട്ട് അടിച്ച് എടുക്കുക. കുറച്ച് നേരം അങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മുടെ ഇത് റൗണ്ടാക്കി വെച്ചിട്ട് ഇച്ചിരി എണ്ണ നന്നായി തൂത്ത് നമുക്കൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കണം. ചെറിയ ഉരുളകളാക്കി അതിലൊരു ചെറിയ ഉരുള എടുത്തിട്ട് എണ്ണയ്ക്കകത്തോ ഒന്ന് തൊട്ടിട്ട് അതിങ്ങനെ ഒന്ന് അമർത്തിയിട്ട് 2 സൈഡ് ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് ആദ്യം മുമ്പോട്ടൊന്ന് ഒരു പ്രാവശ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പുറമോട്ടൊന്ന്, അത് കഴിഞ്ഞിട്ട് സൈഡിലോട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഈസിയാണ്, പരത്താൻ ഈസിയാണ്. കണ്ടോ, കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലോട്ടിടാം. ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് എണ്ണയിലോട്ടിടാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് പരത്തി വെച്ചേക്കുന്ന അട്ടയിടാം. നോക്കുക, നന്നായി പൊങ്ങി വരുന്നുണ്ട്. മെല്ലെ ആ തവി കൊണ്ടൊന്ന് പെട്ടെന്ന് തട്ടി കൊടുക്കുക. മെല്ലെ തട്ടാവും. കണ്ടോ, പൊങ്ങി വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചിടുക. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടൂര കൊണ്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബട്ടൂരയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ബട്ടൂര.
അതേപോലെ അടുത്തത് ഇട്ടു. തവി കൊണ്ട് മെല്ലെ തട്ടുകാവൂ, ഒരുപാട് അമർത്തരുത്. ഇങ്ങനെ മെല്ലെ തട്ടി കൊടുത്താൽ തന്നെ അത് പൊങ്ങി വരും. മുഴുവൻ പൊങ്ങാൻ നിൽക്കില്ല, അപ്പോഴത്തേക്ക് മറിച്ചിടണം. അങ്ങനെ മറിച്ചിടണം. ഇതാണ് പരുവ്. അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള കറികൾ വെള്ളക്കടലയുടെ കറിയും പനീറിൻ്റെ കറിയുമാണ്. വെള്ളക്കടലക്കറിയും പനീറിൻ്റെ കടലക്കറിയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.